ഹലോ ഹായ് എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നൊരു കുന്തൻ ബാംഗിൾ സെറ്റാണ്. അതൊരു കസ്റ്റമൈസേഷനാണ്. അപ്പോൾ സ്കർട്ടിൻ്റെ കളറാണ് ഇതിലെ ത്രെഡും അതിൽ ചെയ്തിരിക്കുന്ന വർക്കാണ് ആ റെഡ് കളർ. അതുകൊണ്ടാണ് ആ സ്റ്റോൺസും അങ്ങനെ എടുത്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് ഞാൻ ഫ്രെയിം എടുത്തു. അപ്പോൾ സിൽക്ക് ത്രെഡ് ഞാൻ കുറച്ച് ഒരേ ലെങ്തിൽ കട്ട് ചെയ്തെടുത്തു. അതിന് ഞാൻ നമ്മുടെ ഫ്രെയിമിലേക്ക് കവർ ചെയ്യാൻ വേണ്ടി ഫ്രെയിമിൽ ആദ്യം ഗം അപ്ലൈ ചെയ്യുക. ഫാബ്രിക് ഗ്ലൂ ആണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അത് വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിത് ഓരോ പ്രാവശ്യം ഇങ്ങനെ അതിൽ ചുറ്റി എടുക്കുമ്പോൾ നമ്മുടെ കൈ അതിൻ്റെ എഡ്ജിലൊന്ന് ഹോൾഡ് ചെയ്തിരിക്കണം. അല്ല എങ്കിൽ ഇത് സിൽക്ക് ത്രെഡാണ്. നമ്മൾ ബലപ്പിച്ച് അതിൽ കുറച്ചൊന്ന് പ്രസ് ചെയ്തിട്ട് ചെയ്തില്ല എങ്കിൽ നമ്മൾ ഈ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ചുറ്റിയല്ലേ, അപ്പോൾ അതങ്ങ് പെട്ടെന്ന് അതങ്ങ് വിട്ടുപോകും. അത് പിന്നെ സിൽക്ക് ത്രെഡും കൂടെയാണ്, എല്ലാം കൂടെ ഇങ്ങ് ഇളകി വരും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. നമ്മളതിൻ്റെ ആ എഡ്ജിൽ പിടിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് ആ എഡ്ജ് നമ്മൾ കവർ ചെയ്ത് തന്നെ ഹോൾഡ് ചെയ്യുക. അവസാനം അത് കട്ട് ചെയ്യുമ്പോൾ ഒരു ഇച്ചിരി ലെങ്ത് നിർത്തിയിട്ട് വേണം കട്ട് ചെയ്യാൻ. കട്ട് ചെയ്തിട്ട് ഇതുപോലെ കുറച്ച് ലെങ്ത് ഒന്ന് വെക്കുക, കട്ട് ചെയ്യുക, അതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യുക, ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പ്രസ് ചെയ്ത് നന്നായിട്ട് അങ്ങ് ട്വിസ്റ്റ് ചെയ്യുക. അപ്പോഴേക്കും അതിലങ്ങ് നന്നായിട്ട് പേസ്റ്റ് ആയിക്കോളും. അപ്പോൾ ഞാനത് ബാംഗിൾ കവർ ചെയ്തെടുത്തു. അടുത്ത് ചെയ്യുന്നത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റോൺസ് ആണ്. ഞാൻ മൂൺ സ്റ്റോണും എടുത്തിട്ടുണ്ട്, നമ്മുടെ ഐ സ്റ്റോണും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സെൻറ്ററിലുള്ള പോർഷന് ഐ സ്റ്റോണും ഒരു റൗണ്ട് സ്റ്റോണുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ റെഡും ആ സ്കർട്ടിൻ്റെ കളറിന് മാച്ചിങ് ആയിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. ആദ്യം 2 സ്റ്റോൺ വെച്ചു, അതിനുശേഷം 2 ഐ സ്റ്റോൺ വെച്ചു, അതിനുശേഷം ഒരു റൗണ്ട് സ്റ്റോൺ ആണ് അത് സെൻറ്ററിൽ കൊടുത്തു. അത് ജസ്റ്റ് നിങ്ങൾക്കറിയാമല്ലോ, അത് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഫസ്റ്റ് ഗം അപ്ലൈ ചെയ്യുക. ഗം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യത്തിന് കുറേശ്ശെ അത് അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മളത് ചെയ്യാൻ. കാരണം ഒരുപാട് അപ്ലൈ ചെയ്തിട്ട് നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇരിക്കത്തില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ കുറച്ച് ആവശ്യത്തിനുള്ളത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. കുറച്ച് പോർഷൻ നമ്മൾ ചെയ്തതിന് ശേഷം ഗം കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും അപ്ലൈ ചെയ്തിട്ട് തന്നെ ചെയ്യണം. കാരണം അല്ലെങ്കിൽ സ്റ്റോൺ ഇളകി പോകും. അപ്പോൾ ഇതെല്ലാം ഫിനിഷ് ചെയ്തിട്ട് നിങ്ങളൊന്ന് നോക്കണം അത് എല്ലാം നന്നായിട്ട് പേസ്റ്റ് ആയിട്ടുണ്ടോ എന്ന്. അപ്പോൾ അവസാനം വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചെയ്ത് വന്നിട്ട് അവസാനം വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ആ മോഡലിൻ്റെ വ്യത്യാസം വരും. അതായത് ആ എഡ്ജ് വന്നിട്ട് നമുക്ക് ആ രണ്ട് സൈഡും തമ്മിൽ യോജിപ്പിക്കുന്നിടത്ത് കുറച്ച് ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്തൊക്കെ ഒന്ന് ചെയ്തെടുക്കുക. നമ്മൾ ഓരോ ബാംഗിൾ ചെയ്ത് കഴിഞ്ഞിട്ടും കൈകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് അത് കറച്ച് ചെയ്യാൻ മറക്കരുത്. അത് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് ഡ്രൈ ആയതിന് ശേഷം, ഡ്രൈ ആയി കഴിയുമ്പോൾ കുറച്ചുകൂടെ നമുക്കൊന്ന് അത് നമ്മൾ ഇളകി വരത്തില്ല. അപ്പോൾ അത് നന്നായിട്ട് പ്രസ് ചെയ്യുക. അത് ചെയ്തിട്ട് നിങ്ങൾക്കൊന്ന് അറിയാൻ പറ്റും. നമ്മൾ ചെയ്ത് കൊടുക്കുന്നവരാണെങ്കിൽ നമ്മളതൊന്ന് ജസ്റ്റ് എല്ലാം ഒന്ന് തട്ടി നോക്കണം. കാരണം അത് നമ്മുടെ സ്റ്റോൺസ് ഇളകുന്നുണ്ടോ എന്ന്. അപ്പോൾ അടുത്തത് ഞാൻ ചെയ്തു. ഇത് കറക്റ്റ് എനിക്ക് മോഡൽ തന്നിട്ടുണ്ടായിരുന്നു, ഇന്ന രീതിയിലാണെന്നുള്ളത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചുള്ള കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ അടുത്ത മൂൺ സ്റ്റോൺ ഒരു എക്സിൻ്റെ ഷേപ്പിൽ ചെയ്തു. അതിനുശേഷം അതിൻ്റെ സെൻറ്ററിൽ ഒരു റൗണ്ട് ഷേപ്പിലുള്ള സ്റ്റോണും ഒരു സർക്കിൾ ഷേപ്പിലുള്ള സ്റ്റോണും വെച്ചു, റൗണ്ട് ഷേപ്പിലുള്ള സ്റ്റോണും വെച്ചു. അങ്ങനെയാണ് അത് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ അത് ഫുള്ളും 2 സൈഡിലും സാധാരണ നോർമലി ചെയ്യുമ്പോൾ ഒരു സെറ്റ് കൂടുതലായിരിക്കാം. അപ്പോൾ ഇത് 5 ഒരു സെറ്റായിരുന്നു. അപ്പോൾ അത് ഞാൻ കംപ്ലീറ്റ് അങ്ങ് പെട്ടെന്ന് ഫിനിഷ് ചെയ്ത് ചെയ്യാനായിട്ട് നമുക്ക് ബാംഗിൾ ഈ ചുറ്റിയെടുക്കുന്നതും പിന്നെ ഇത് ചെയ്തിട്ട് കുറച്ച് ഡ്രൈ ആവാൻ വയ്ക്കുന്ന സമയമേ ഉള്ളൂ. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ പക്ഷേ ഇത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ. കണ്ടില്ലേ അത് സ്റ്റോൺസ്. ഇത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഐ സ്റ്റോൺ എന്ന് പറയുന്നത് ഗ്ലാസ് സ്റ്റോൺ ആണ്, മാറ്റല്ല എടുത്തിരിക്കുന്നത്. ഐ സ്റ്റോൺ എല്ലാ സ്റ്റോൺസും ഞാൻ ഗ്ലാസ് സ്റ്റോൺസ് ആണ് എടുത്തിരിക്കുന്നത്, ഗ്ലാസ് കുന്തനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്നോട് 1-2 പേര് ചോദിച്ചു, 1-2 പേര് എനിക്ക് മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വ്യത്യാസം ഒന്ന് കാണിക്കാമെന്ന്. ഞാൻ മറന്നിട്ടില്ല. അല്ലാതെ മുന്നേ ചെയ്ത ഷോർട്സിൻ്റെ കുറച്ച് വീഡിയോസ് ചോദിച്ചിട്ടുണ്ട്, അതും തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യുന്നതാണ്. എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. അപ്പോൾ ഇത് ഞാൻ ഏകദേശം അങ്ങ് കംപ്ലീറ്റ് ചെയ്തു. അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഓരോ സ്റ്റെപ്പും ഞാനത് ചെയ്തിട്ട് അത് പ്രസ് ചെയ്ത് തന്നെയാണ് അത് നന്നായിട്ട് ഫിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അത് നിങ്ങളും ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റോൺസ് ഇളകുന്നതാണ്. നല്ല ഗം അപ്ലൈ ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ അത് ഒന്ന് ജസ്റ്റ് നമ്മൾ ചെയ്യുന്ന ഒരു കുറച്ച് ഭാഗം ചെയ്യുമ്പോൾ അത് ജസ്റ്റ് നന്നായിട്ട് കൈ കൊണ്ട് അങ്ങ് പ്രസ് ചെയ്യുക. കാരണം നമ്മളത് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് നന്നായിട്ട് പ്രസ്സായിരിക്കണമെന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കാണുന്നതിനേക്കാളും ഈ ബാംഗിൾ കാണാൻ ശരിക്കും കുറച്ചുകൂടെ ഭംഗിയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഈ ബാംഗിൾ. ഈ കുന്തൻ ബാംഗിൾസ് നമ്മൾ ഹാൻഡ് മെയ്ഡാണ്, കാണാൻ ഭയങ്കര രസമാണ്. ഞാനത് കാണാനാണ് ശരിക്കും പുറത്ത് കൊണ്ട് വെച്ച് കാണിക്കുന്നത്. ചില സമയത്ത് പ്രകാശത്തിൻ്റെയൊക്കെ വ്യത്യാസം വരുമ്പോൾ അത്രത്തോളം ക്ലിയർ ആയിട്ട് നമുക്കത് അറിയാൻ പറ്റില്ല ആ ഭംഗി. അപ്പോൾ ശരിക്കും പറയുന്നത് ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.